എന്തേരായിട്ട് ഞങ്ങളിന്ന് പണിക്ക് പോയി. പണിക്ക് പോയി? ഞാനോ? നിങ്ങൾ പണിക്ക് പോയില്ലേ? ഞാനെന്നാടോ പണിക്ക് പോയല്? അമ്മ എടുത്ത പണി എനിക്കില്ലല്ലോ. പണിക്ക് ഞാൻ പണ്ടും പോകല്ലേ. അല്ല, നിങ്ങളെന്താ പണിക്ക് പോവാത്തത്? എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാവിലെ എണീറ്റിക്കാന്നുണ്ടെങ്കിൽ മേലും കയ്യൊക്കെ ഒരു ജാതി വേദന. അപ്പോൾ ഈ 10-14 മണിക്കൂറുമ്പോഴിങ്ങനെ കിടന്നുറങ്ങല്ലേ. അത് ശരിയാണ്. എൻ്റെ ഒരു പ്രശ്നം. അതിനിപ്പോൾ ഏതാ ഡോക്ടറിന് കാണിക്കണം. അല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നാൽ പോരി, വെയിലത്ത് ഇവിടെ വന്നിരിക്കേണ്ട ആവശ്യമുണ്ടോ? വീട്ടിൽ കയറാൻ പറ്റൂല. അന്തേ? വേറെ പ്രശ്നമുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മളെ ഷിബു ഉണ്ടല്ലോ. ഏത് ഷിബു? നമ്മളെ മറ്റേ കോളക്കോയി സോമന്റെ മോൻ സോമേട്ടൻ്റെ മോൻ. ഇവനോട് വന്ന് പറഞ്ഞേ, രാജേട്ട ഞങ്ങൾക്ക് ഈ വൈകുന്നേരം അയക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഗോകുലിന്റെ പറമ്പിൽ ചെറിയൊരു ചീട്ടുകളി സെറ്റപ്പുകളൊക്കെ ഉണ്ട്, നിങ്ങളെല്ലാവരും അവിടെ കാണാലോ. അങ്ങനെ ഇവനോട് വന്ന് പറഞ്ഞ്, രാജേട്ട ഞങ്ങളിപ്പോൾ വെറുതെ കണ്ട പറമ്പിൽ അവിടെ ഇവിടെയും പോയി ചീട്ട് കളിക്കാൻ നിൽക്കണ്ട. ഇപ്പോൾ ഫോണിലെന്തോ മറ്റേ ഫോണിൽ റമ്മി കളിക്കുന്ന ഉണ്ടല്ലോ, ഫോണിലുണ്ടല്ലോ. ഇവന്റെ വാക്കും വിശ്വസിച്ചും കണ്ട് ഞാനത് കളിക്കാൻ തുടങ്ങിയോ ഇവന്റെ ഫോണിൽ. എന്നിട്ടോ? ഇല്ല, ആദ്യമൊക്കെ ഒരു 250-300 റുപ്യൊക്കെ ഇങ്ങനെ കിട്ടാൻ തുടങ്ങി. പിന്നെ പോക്ക് തന്നെ അങ്ങോട്ട് പോകുക, അത് ഇങ്ങോട്ട് വരുന്നൊന്നും ഇല്ല. അല്ല രാട്ട, ഇങ്ങനൊക്കെ എന്തെങ്കിലും കളിക്കുമ്പോൾ എന്നോട് ചോദിക്കണ്ടേ? വിവരമുള്ള ആരോടെങ്കിലും ഇതൊക്കെ ചോദിക്കണ്ടേ? നിങ്ങൾ ഇച്ചിപ്പോൾ ഇടുന്ന പൊട്ടി മുളച്ച എവിടെ എനിക്ക് ഇത്രയും കാലം വിവരമുള്ള ഒരാള്. അല്ല, എന്നിട്ട് ഇപ്പം നിങ്ങളെ പ്ലാൻ എന്താ? അടുത്ത് പ്ലാൻ എന്ന് വെച്ചാന്നുണ്ടെങ്കിൽ വീട്ടിൽ കയറാൻ പറ്റൂല. എന്തുപറ്റി? അത് ഇവക്ക് മറ്റേ ഈ തൊഴിലുറപ്പിന്റെ ഒരു അക്കൗണ്ട് ഉണ്ട്, അതിനകത്ത് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അത് എടുത്തിട്ടാണ് ഞാനിപ്പോൾ കളി കളിച്ചത്. എന്ത് പണി ഞങ്ങൾ കാണിച്ചത്? അപ്പോൾ പൈസയൊക്കെ തീർന്ന് പുറക്ക് കയറണപ്പോൾ പൈസ വേണം. അതിപ്പോൾ ഈ വിചാരിച്ചാലേ നടക്കുകയുള്ളൂ. ഞാൻ പൈസ തരേ? നിങ്ങൾ റമ്മി കളിച്ചോ? ഈ 2500 റുപ്യ എന്നൊക്കെ പുറക്ക് പോവാം. 2500 രൂപ നിങ്ങൾക്ക് എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി വന്നിട്ടേ. മനസ്സിലായി? ATM കുത്തി തുറക്കണ മാറ്റി എന്തായാലും പണിയായിരിക്കും. ഈ അമ്മാര് പണിയൊക്കെ പറയുള്ളൂ. അതൊന്നല്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചാനലുണ്ടോ? സ്വന്തമായിട്ട് ചാനലൊക്കെ ഉണ്ടാവാൻ ഞാനാറേണ്ടോ? ശ്രീകണ്ഠൻ നായരോ? എൻ്റെ രാജേട്ടാ, ഞാൻ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം പറയുന്നത്. യൂട്യൂബ് ചാനൽ? ഈ യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ നമുക്ക് മാസം ഡോളർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇവർ നമ്മളെ പുര കൊണ്ട് തരിക? നമ്മളെ പുര കൊണ്ട് തരില്ല, നമ്മളെ അക്കൗണ്ടിലേക്ക് വരും. ആണ് എങ്ങനെ? അപ്പം നമ്മളത് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും വീഡിയോ അതിലിടണം, പാട്ടോ ഡാൻസോ അങ്ങനെ എന്തെങ്കിലും. പാട്ടും ഡാൻസും നടക്കൂലോ, അതിൻ്റെയൊക്കെ പ്രായം കഴിഞ്ഞു. ഇപ്പം എന്താ ചെയ്യുക ചേട്ടാ? നിങ്ങളുടെ വീട്ടിൽ കിണറില്ലേ? ഉണ്ടല്ലോ. നിങ്ങളെ വീട്ടിലെ കിണറിനടുത്ത് ഇങ്ങനെ സംസാരിച്ചിരിക്കുക ഞാനുമായിട്ട്. പെട്ടെന്ന് നിങ്ങൾ കിണറിലേക്ക് ഒരൊറ്റ വീകല. ഇത് ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ യൂട്യൂബിലിടും. മണിക്കൂറുകൾ കൊണ്ട് ഇങ്ങനെ വ്യൂവേഴ്സ് കൂടിയിട്ട് മില്യൺ കണക്കിന് ലൈക്കും ഷെയറും ആയിട്ട് നിങ്ങൾക്ക് പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലായിടത്തൊക്കെ വാങ്ങാൻ ഞാൻ വേണ്ടേ?